The organization defines and displays the healthcare services that it provides. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ സ്റ്റാൻഡേർഡാണ് AAC1-ൽ 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണ്, 4 കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ കോറുമില്ല, അച്ചീവ്മെൻറ്റും ഇല്ല, എക്സലൻസും ഇല്ല. സോ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ എന്തൊക്കെ സർവീസസ് ആണോ പേഷ്യൻസിന് കൊടുക്കുന്നത്, ആ സർവീസസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണമെന്നും അത് ഏതൊക്കെ സർവീസാണെന്ന് നമ്മൾ വ്യക്തമായ തീരുമാനം എടുത്തിരിക്കണം, അതിനൊരു ക്ലാരിറ്റി നമ്മുടെ സ്ഥാപനത്തിനുണ്ടായിരിക്കണമെന്നും അത് പ്രദർശിപ്പിച്ചിരിക്കണമെന്നും ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന പേഷ്യൻസിന്, സൊസൈറ്റിക്ക് നമ്മുടെ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ അറിയിക്കുക. നമുക്ക് ഒരു ജനറൽ മെഡിസിൻ ആണ് നമ്മുടെ സർവീസിൽ പെടുന്നതെങ്കിൽ അതല്ലാത്ത പേഷ്യൻസിന് വെറുതെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് പിന്നീട് മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവീസസുകളെ കൃത്യമായും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം, അത് നമ്മുടെ സ്ഥാപനത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് AAC1. അതിൽ 4 ഒബ്ജക്റ്റീവ്സ് ആണ്, AAC1A, AAC1B, C and D. അപ്പം ഈ 4 ഒബ്ജക്റ്റീവ്സ് നമുക്ക് തൊട്ട് പുറകെ കാണാം.